ഇന്ത്യൻ സൈന്യം അമേരിക്ക എന്ന് പറയുന്ന ലോക പോലീസിനെ പരസ്യമായി വെല്ലുവിളിക്കുന്നു. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഈസ്റ്റേൺ കമാൻഡ്. അതിലേക്ക് വരും മുമ്പ് ഞാൻ സിനുവിനെ ഒരു കാർട്ടൂൺ കാണിക്കാം. അതായത് കാർട്ടൂണിൽ കാണുന്നത് ഒരാൾ മൂന്ന് ആളുകൾ നിൽക്കുന്നു. ഭീമാകാരന്മാരായ 3 മനുഷ്യർ. 3 പേരുടെ നെഞ്ചത്തും അവരുടെ പേര് എഴുതിയിട്ടുണ്ട്. ഒന്ന് ചൈന, രണ്ടാമത് നടുക്ക് നിൽക്കുന്ന ആൾ ഇന്ത്യ, മൂന്നാമത് ആഫ്രിക്ക. ഇത് 1925 ബോബ് മൈനർ എന്ന് പറയുന്ന ഒരാൾ അമേരിക്കക്കാരാണ്. അയാൾ വരച്ച കാർട്ടൂണാണ്. അതിന് താഴെ ഗള്ളിവറുടെ ലില്ലിപുട്ടിലെ ആളുകളില്ലേ, അതുപോലെ 3 മനുഷ്യർ കയ്യിൽ ചാട്ടയൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ കൂറ്റൻ മനുഷ്യരുടെ അടുത്ത് 3 പീക്കിരി മനുഷ്യർ, ഒന്ന് USA, ഒന്ന് ബ്രിട്ടൻ, ഒന്ന് ഫ്രാൻസ്. അതായത് കുഞ്ഞു മനുഷ്യർ ചാട്ടയെടുക്കുമ്പോൾ അവരെ ഇങ്ങനെ കൗതുകത്തോടെ നോക്കിക്കൊണ്ട് നീ എന്താ ഉറുമ്പ് നമ്മളെ കടിക്കാൻ വരുമ്പോൾ നമ്മൾ ഉറുമ്പിനെ നോക്കത്തില്ലേ എന്ന് പറയുന്നത് പോലെ നിൽക്കുകയാണ് ഈ 3 ഭീമാകാരന്മാരായ മനുഷ്യർ. ചൈനയുടെ കയ്യിലൊരു തോക്കുമുണ്ട്. ഇന്ത്യ പുറകെ കൈകെട്ടിരിക്കുക, ആഫ്രിക്കയും പുറകെ കൈകെട്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ ബോബ് മൈനർ 1925 പറഞ്ഞു, വൺ ഡേ ദേ വിൽ വേക്കം. ഒരു ദിവസം അവർ ഉണർന്നെണീക്കും. ആര്? ലോകത്തിലെ 1925 കാലത്ത് ലോകത്തിലെ ഏറ്റവും അവികസിതമായ രാജ്യങ്ങളായി അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ് ഒക്കെ പുച്ഛത്തോടെ കണ്ടിരുന്ന 3 രാജ്യങ്ങൾ, ചൈന, ഇന്ത്യ, ആഫ്രിക്ക. അവർ ഒരു ദിവസം ഉണർന്നെണീക്കുമെന്ന് ബോബ് മൈനർ 1925 വരച്ച കാർട്ടൂൺ ഇപ്പോൾ വലിയ ചർച്ചയാവുകയാണ്. കാരണം അന്ന് അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയൊക്കെ കയ്യിൽ, അവരാണല്ലോ കോളനി ഉണ്ടാക്കാൻ പോയത് ലോകം മുഴുവൻ, ഇവരുടെ കയ്യിൽ നിറയെ പണവും നിറയെ തോക്കുകളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ത്യ, ആഫ്രിക്ക, ചൈന ഒക്കെ പേടിച്ചു വിറച്ചു നിന്നു. പക്ഷെ 100 വർഷം കഴിഞ്ഞപ്പോൾ ഈ 3 കൂട്ടരുടെ കയ്യിലും പണമുണ്ട്, ആയുധമുണ്ട്. എടാ എന്ന് പറഞ്ഞാൽ പോടാ എന്ന് പറയും. ഇതാണ് ലോകസ്ഥിതി മാറിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇന്ത്യയും ചൈനയും ആഫ്രിക്കയുമൊക്കെ ഒരു കാലത്ത് എണീറ്റ് അമേരിക്കയ്ക്ക് നേരെ ചങ്ക് വിരിച്ച് നിന്ന് അമേരിക്കയെ ക്രഷ് ചെയ്യാൻ പറ്റുന്ന, ചവിട്ടി അരയ്ക്കാൻ പറ്റുന്ന ശക്തികളായി മാറുമെന്ന് ദീർഘവീക്ഷണമുള്ളൊരു കാർട്ടൂണിസ്റ്റ് പറഞ്ഞത് എക്കാലത്തും അമേരിക്കക്കാരൻ്റെ ഭയമായിരുന്നു. അതുകൊണ്ടാണ് ഈ രാജ്യങ്ങളെ ആകെ അടിമകളാക്കാൻ അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരുന്നത്, സാമ്രാജ്യത്വം ശ്രമിച്ചത്. കോളനി വാഴ്ച നടത്തിയിരുന്ന രാജ്യങ്ങൾ, ഫ്രാൻസ് ആണെങ്കിലും UK ആണെങ്കിലും അമേരിക്കയും ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവരുടെ പേടിയായിരുന്നു. ഇപ്പം നോക്കൂ, ഈ ഇതിൻ്റെ കൂടെ ബ്രസീലുണ്ട് അല്ലേ, അതെ, ഇറാനുണ്ട്. അവരെല്ലാം ഇങ്ങനെ ഈ ബ്രിക്സ് രാജ്യങ്ങൾ വന്നപ്പോൾ ബ്രിക്സിനെ പേടിയാണ് അമേരിക്കയ്ക്ക്. ബ്രിക്സ് വന്നു, ഈ രാജ്യങ്ങളൊക്കെ നാറ്റോയ്ക്ക് ബദലായിട്ട് ഒരു ശക്തിയായി. അതിനകത്ത് 2 വൻശക്തികളും 3ാമത് വൻശക്തിയാവുന്നൊരു രാജ്യവും, അതായത് റഷ്യയും ചൈനയും പിന്നെ ഇന്ത്യയും ഉണ്ട്. അതൊരു വലിയ കൂട്ടുകെട്ടാണ്. അവിടെ അപ്പുറത്ത് അമേരിക്ക ഒറ്റയ്ക്കേ ഉള്ളൂ. റഷ്യ, ചൈന, ഇന്ത്യ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏത് രാജ്യത്തിനും വന്ന് ആ ക്യൂവിൽ നിൽക്കാൻ തോന്നും. അത്തരത്തിലേക്ക് ഈ സഖ്യം ബ്രിക്സ് മാറിയിരിക്കുന്നു. ബ്രിക്സിനെ പേടിയാണ്. ബ്രിക്സ് ഒരു കറൻസി പ്രഖ്യാപിച്ചാൽ അമേരിക്ക തകർന്നു പോകും, ഡോളർ തകർന്നു പോകും. മാത്രമല്ല റഷ്യയുടെ കാര്യത്തിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. റഷ്യയല്ല, അമേരിക്കയുടെ കാര്യത്തിൽ അമേരിക്ക എക്കാലത്തും ഡോളറിനെ തൊട്ടവരെയൊക്കെ അമേരിക്ക തട്ടിയിട്ടുണ്ട്. സദ്ദാം ഹുസൈൻ ഡോളറിനെ തൊട്ടു, സൗദിയിലെ പഴയ രാജാവ് ഡോളറിനെ തൊട്ടു, ഗദ്ദാഫി, കേണൽ ഗദ്ദാഫി ലിബിയയിലെ ഡോളറിനെ തൊട്ടു, ഇന്ത്യ ഡോളറിനെ തൊട്ടു അല്ലേ. അമേരിക്ക റഷ്യക്ക്, ഇറാനൊക്കെ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്ന സമയത്ത് റഷ്യയിൽ നിന്ന് ഇന്ത്യൻ കറൻസി കൊടുത്ത് എണ്ണ വാങ്ങിച്ചു. ചൈന വാങ്ങുന്നു. അപ്പോൾ ഡോളറിനെ തൊട്ടവരോട് അമേരിക്ക ക്ഷമിച്ചിട്ടില്ല. അമേരിക്ക ക്ഷമിച്ചിട്ടേ ഇല്ല. നമ്മൾ ഈ കുവൈറ്റ് അധിനിവേശത്തിൻ്റെ കാര്യം പറയുന്നുണ്ടല്ലോ. സദ്ദാം ഹുസൈൻ ഇറാഖ് ഇന്ന് ഒരു ദിവസം ടാങ്ക് ഓടിച്ചു പോയി കുവൈറ്റ് അങ്ങ് പിടിച്ചെടുത്തു. സദ്ദാം ഹുസൈനോട് കുവൈറ്റ് പിടിച്ചോളാൻ പറഞ്ഞ ആരാന്നറിയോ? അമേരിക്കയാണ്. അമേരിക്കയുടെ മൗനാനുവാദം ഉണ്ടായിരുന്നു. പക്ഷേ പിടിച്ചു കഴിഞ്ഞപ്പോൾ അമേരിക്ക പ്ലേറ്റ് മാറ്റി. ഇത്ര ഒരു ചതി അമേരിക്ക ഇന്ത്യയോട് കാണിച്ചിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ നരേന്ദ്രമോദി ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം വാഷിങ്ടണിലെത്തി. എത്തിക്കഴിഞ്ഞ് 2 പേരുടെ പത്രസമ്മേളനം നടത്തിയപ്പോഴത്തേക്ക് ട്രംപ് എന്താ പറഞ്ഞത്? ബംഗ്ലാദേശിൻ്റെ കാര്യം അത് ഞാൻ മോദിക്ക് വിട്ടുകൊടുത്തിരിക്കുക, മോദി ഇഷ്ടമുള്ള പോലെ കേട്ടെ. പക്ഷെ മോദി ഒന്നും ചെയ്തില്ല. നമ്മൾ ഉൾപ്പെടെ നമ്മുടെ ഫ്ലോറിലിരുന്ന് വരെ ഭരണം മാറിയില്ലേ, ട്രംപ് ഇങ്ങനെ പറഞ്ഞില്ലേ, എന്താണ് മോദി ഒന്നും ചെയ്യാത്തതെന്ന് ചോദിച്ചവരുണ്ട്. മോദി അങ്ങനെ ചെയ്തില്ല. മോദിക്ക് ഇറാഖിൻ്റെ പാഠമുണ്ട്. കുവൈറ്റ് പോയി പിടിച്ചോ, കുവൈറ്റിൻ്റെ കാര്യം സദ്ദാം ഹുസൈൻ തീരുമാനിച്ചോട്ടെ എന്നാണ് അമേരിക്ക പറഞ്ഞത്. ട്രംപിൻ്റെ സീറ്റിൽ വേറൊരാളായിരുന്നു എന്നേ ഉള്ളൂ. പക്ഷേ പറഞ്ഞ അമേരിക്കയാണ്. പക്ഷേ ആക്രമിച്ച് കഴിഞ്ഞപ്പോഴോ
അമേരിക്ക നിലപാട് മാറ്റി. ഇന്ന് പറയുന്നത് പോലെ ബംഗ്ലാദേശിൻ്റെ കാര്യത്തിൽ മോദിക്കെന്തും തീരുമാനിക്കാം എന്ന് പറഞ്ഞ് നമ്മൾ സൈന്യത്തെ അയച്ചിരുന്നുവെങ്കിൽ അമേരിക്ക നിലപാട് മാറ്റില്ലെന്ന് ആര് പറഞ്ഞു? അപ്പം ജോർജ് ബുഷ് ഇരുന്നാലും കൊള്ളാം, ഈ ട്രംപ് ഇരുന്നാലും അമേരിക്കയ്ക്ക് ഒരു താല്പര്യമുണ്ട്. അമേരിക്കയുടെ സാമ്രാജ്യത്തെ താല്പര്യം നമ്മൾ ഓർക്കുന്നില്ല. ഡൊണാൾഡ് ലൂവിനെ ഓർക്കുന്നില്ലേ നമ്മൾ? ഡൊണാൾഡ് ലൂ വന്നിട്ടാണ് ഹസീനയോട് പറഞ്ഞത് എനിക്ക് സെൻറ്റ് മാർട്ടിൻ ഐലൻഡ്, പിന്നെ ബംഗ്ലാദേശിൻ്റെ കുറച്ച് ഭാഗം, ഇന്ത്യയുടെ ചില ഭാഗങ്ങളെല്ലാം കൂടെ ചേർത്ത് എനിക്ക് ക്രിസ്ത്യൻ രാജ്യം ഉണ്ടാക്കണം. അല്ല, പ്രധാനമന്ത്രി ആയിരിക്കാം പറഞ്ഞത്. പിന്നീട് പറഞ്ഞു ഇന്ത്യയിലെത്തിയതിനു ശേഷം അത് ഡൊണാൾഡ് ലൂ ആയിരുന്നു പറഞ്ഞു. അപ്പം ഞാനെന്ത് ചെയ്ത് സമ്മതിച്ചിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും പ്രധാനമന്ത്രിയാവുമായിരുന്നു. അതെ, അതിന് ഹസീന കൂട്ടുനിന്നില്ല. ഹസീനയെ അട്ടിമറിച്ചു. ആരട്ടിമറിച്ചു? അമേരിക്ക അട്ടിമറിച്ചു. ആ അമേരിക്ക അട്ടിമറിച്ച് ഒരു പാവ സർക്കാരിനെ ഉണ്ടാക്കിയ ആളെ മോദി പോയി അട്ടിമറിച്ചാൽ അമേരിക്ക ക്ഷമിക്കുമോ? ഇല്ല. അപ്പോൾ ഇന്ത്യക്ക് നേരെ വെച്ച് ട്രാപ്പായിരുന്നു. അപ്പോൾ ഇത് കുറേ കാലമായി ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ വലിയ ഒരു നാലാമത്തെ സാമ്പത്തിക ശക്തിയെ വളർന്നു, മൂന്നാവുന്നു എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ രണ്ടാവാം, പിന്നെ ഒന്നാവാം. ഇന്ത്യ അമേരിക്കയുടെ കുത്തകയായിരുന്ന ആയുധ വ്യാപാര രംഗത്തിലേക്ക് ഇടപെടുന്നു. അമേരിക്കൻ പ്രസിഡന്റിന് കിട്ടുന്നതിനേക്കാളും വലിയ സ്വീകാര്യത ലോകരാജ്യങ്ങളിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കിട്ടുന്നു. ലോകത്തെ മിക്കവാറും എല്ലാ രാജ്യങ്ങളും അവരുടെ രാജ്യത്തെ, അത് റഷ്യ മുതൽ സൗദി അറേബ്യ വരെ ആണെങ്കിലും അവരുടെ രാജ്യത്തെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതികൾ കൊടുത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ആദരിക്കുന്നു. സഹിക്കും അമേരിക്കയ്ക്ക്? പറ്റില്ല. ട്രംപാണ് ഞാൻ ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞു, എനിക്ക് താ നോബൽ സമ്മാനം താ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഏതും ഞാനാണെന്ന് പറഞ്ഞിട്ട് നോബൽ സമ്മാനത്തിന് ഞാനാണ് അർഹനെന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്ക വല്ലാതെ പരിഹാസ്യമായ തരത്തിലേക്ക് മാറിയിരിക്കുന്നു. എന്നിട്ട് മാത്രമല്ല, പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം നാറ്റോയ്ക്ക് പുറത്തുള്ള അമേരിക്കയുടെ എക്കാലത്തെയും ഒരു സഖ്യകക്ഷിയായിരുന്നു. അമേരിക്കയ്ക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇഷ്ടമുള്ള സമയത്ത് ചെയ്യിപ്പിക്കാവുന്നൊരു രാജ്യമാണ് പാകിസ്ഥാൻ. ആ പാകിസ്ഥാനോട് അമേരിക്ക കൂറ് കാണിക്കുമ്പോൾ നമ്മൾ കണ്ടു നിൽക്കത്തൊന്നുമില്ല. അതുകൊണ്ടാണ് ഇന്ത്യൻ ആർമിയുടെ ഈസ്റ്റേൺ കമാൻഡാണ് 1971 പാകിസ്ഥാനോട് യുദ്ധം ചെയ്ത് പാകിസ്ഥാനെ രണ്ടായിട്ട് മുറിച്ച് ബംഗ്ലാദേശിൽ ഉണ്ടാക്കിയത്. ഈസ്റ്റേൺ കമാൻഡ് ഇന്നലെ പറഞ്ഞ ഓഗസ്റ്റ് 5 ഈ ദിവസം മറക്കാൻ പറ്റില്ല. ഈ ദിവസം എന്ന് പറഞ്ഞാൽ ഈ ദിവസമാണ് പത്രത്തിൽ വാർത്ത വന്നത്. അതായത് 71 യുദ്ധത്തിൽ നിങ്ങൾ പാകിസ്ഥാൻ ആയുധങ്ങൾ കൊടുത്തത് എത്രയാണെന്നറിയോ? അത് എഴുതാൻ എനിക്കറിയില്ല. $2 ബില്യൺ കൊടുത്തത്. $2 ബില്യൺ ആയുധങ്ങൾ കൊടുത്തു. അതിൻ്റെ അന്നത്തെ വില അന്ന് 2 ബില്യൺ. ഇന്നിപ്പോൾ അതിൻ്റെ വില കൂട്ടിയാൽ 1,39,434 കോടി 26,06,000 രൂപ വരുന്ന ആയുധങ്ങളാണ് പാകിസ്ഥാന് കൊടുത്തത്. ആരെ തോൽപ്പിക്കാൻ? ഇന്ത്യയെ തോൽപ്പിക്കാൻ. അത് ഓഗസ്റ്റ് 5 കൊടുത്തത്. അത് നമ്മൾ പറഞ്ഞിട്ടൊന്നുമില്ല. അമേരിക്ക ഓർക്കണം എന്ന് കഴിഞ്ഞാൽ അന്നത്തെ പത്രക്കട്ടയ്ക്ക്, അത് BC ശുക്ല അന്നത്തെ പ്രതിരോധ മന്ത്രി രാജ്യസഭയിൽ നടത്തിയ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കോട്ട് ചെയ്തുകൊണ്ട് ഈസ്റ്റേൺ കമാൻഡ് പറഞ്ഞു, അതായത് സോവിയറ്റ് യൂണിയൻ്റെ സഹായം തേടി, നാറ്റോയുടെ സഹായം തേടി, പക്ഷേ അവരാരും സഹായിക്കില്ല പാകിസ്ഥാനെ എന്ന് പറഞ്ഞു. പക്ഷേ ആ സമയത്ത് ഇത്ര ഭീമമായ തുകയ്ക്കുള്ള സഹായം, എന്നിട്ട് പല ആയുധങ്ങളും എന്താണെന്നറിയോ, വലിച്ചെറിയുന്നത് പോലെയാണ്, നിസാര വിലയ്ക്കാണ് അമേരിക്ക പാകിസ്ഥാൻ കൊടുത്തത് ഇന്ത്യയെ തോൽപ്പിക്കുക. എന്നിട്ടും ഇന്ത്യയുടെ മുന്നിൽ പാകിസ്ഥാൻ തോക്കുമെന്ന് വന്നപ്പോൾ 7ാം കപ്പൽപ്പടയെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു. നിക്സൺ ആണെന്ന് അമേരിക്കൻ പ്രസിഡന്റ്. നിക്സനെ കാണാൻ വേണ്ടി ഇന്ദിരാഗാന്ധി കരഞ്ഞ് വിളിച്ച് അവിടെ ചെന്നു. ആദ്യം കത്തയച്ചു. ആ കത്ത് ഇപ്പോൾ സർക്കാർ പുറത്തു വിട്ടു. ഞങ്ങളെ ആക്രമിക്കരുതെന്ന് പൊന്നു തമ്പുരാനെ, യുവർ എക്സലൻസി ഒന്ന് പാകിസ്ഥാനോട് പറയണം, അവർ ഞങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുക, യുദ്ധം നിർത്തണമെന്ന് പറയണം എന്ന് പറഞ്ഞ് ഇന്ദിരാഗാന്ധി കരഞ്ഞ് കത്തയച്ചു നിക്സൺ. എന്നിട്ട് നിക്സനെ കാണാൻ വേണ്ടി അവിടെ ചെന്നപ്പോൾ 3.5 മണിക്കൂർ പുറത്തിരുത്തി ഇന്ദിരാഗാന്ധിയെ. അതാണ് അന്നത്തെ അവസ്ഥ. എന്നിട്ട് സോവിയറ്റ് യൂണിയൻ്റെ 11th ഫ്ലീറ്റ്, അമേരിക്കയുടെ 7ാം കപ്പൽപ്പട വരുന്നത് അറിഞ്ഞ് 11th ഫ്ലീറ്റ് ഇന്ത്യയെ സഹായിക്കാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് അമേരിക്കൻ കപ്പൽപ്പട തിരിച്ചു പോയത്. അല്ലെങ്കിൽ അന്നു പാകിസ്ഥാൻ്റെ കൂടെ ചേർന്ന് ഇന്ത്യയെ ആക്രമിക്കുമായിരുന്നു അമേരിക്ക. അപ്പോൾ ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ തീർക്കാൻ നിൽക്കുകയായിരുന്നു. കാരണം ഇന്ത്യയെ തകർക്കുക എന്നുള്ളത് അമേരിക്കയുടെ ലക്ഷ്യമാണ്. പാകിസ്ഥാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അമേരിക്കയുടെ മനസ്സറിവോടെയാണ്. ട്രംപല്ല, വേറെ ആര് അമേരിക്കൻ പ്രസിഡന്റ് ആയാലും അമേരിക്കൻ താല്പര്യം അങ്ങനെയാണ്. അമേരിക്കൻ മെഷീനറി അങ്ങനെയാണ്. വാർ മെഷീനാണ് റഷ്യ എന്ന് പറയുന്നത് പോലെ അമേരിക്കൻ മെഷീനറി ഇങ്ങനെയാണ്. അത് പാകിസ്ഥാനെതിരെ അനുകൂലമാണ്, ഇന്ത്യക്കെതിരാണ്. എപ്പോഴും യുദ്ധം ഉണ്ടായിക്കൊണ്ടിരിക്കണം. അപ്പോൾ സിനു ഇപ്പോൾ ചോദിച്ച ചോദ്യം, അപ്പോൾ ഇത് ഇന്ത്യയുടെ ഒരു സൈനിക കമാൻഡ് ഇങ്ങനെ പറയുന്നത് പാകിസ്ഥാനെ അല്ല അമേരിക്കയെ വിറൽ പിടിപ്പിക്കില്ല, അസ്വസ്ഥമാക്കില്ലേ, ഇറിറ്റേറ്റ് ചെയ്യില്ലേ എന്ന്.
ചോദിക്കും, സ്വാഭാവികമാണ്. കാരണം ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്തെ സൈന്യം മുഴുവനുമല്ല, സൈന്യത്തിൻ്റെ ഒരു വിഭാഗം അമേരിക്കയെ പരിഹസിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു മെസ്സേജുണ്ട്. അതായത് അമേരിക്ക നീ വലിയ പുലിയൊക്കെ ആയിരിക്കും, ലോകരാജാവോ ലോക പോലീസോ ഒക്കെ ആയിരിക്കും, പക്ഷേ ഞങ്ങളുടെ അനുഭവം ഞങ്ങൾ പറയും. ഞങ്ങളുടെ പട്ടാളക്കാർ നിങ്ങളെ കാണുന്നത് എങ്ങനെയാണ്, നിങ്ങൾ ഇന്ത്യക്കെതിരാണെന്ന് ഞങ്ങൾക്ക് അന്നേ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഒരു സൈനിക കമാൻഡ് പറയുന്നത് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ അറിവോടുകൂടിയാണ്. നരേന്ദ്രമോദിയും രാജ്നാഥ് സിംഗും അമിത്ഷായും ഇന്ത്യയുടെ സേനാ മേധാവികളും സംയുക്ത സേനാ മേധാവി അനിൽ ചൗഹാനും അജിത് ഡോവലും ഒന്നും അറിയാതെ അവരുടെ ആരുടെയും അനുവാദം കിട്ടാതെ ഈസ്റ്റേൺ കമാൻഡ് ഇങ്ങനെ പറയത്തില്ല. അപ്പോൾ വളരെ കൃത്യമായി ഇന്ത്യൻ സൈന്യം അമേരിക്കയ്ക്ക് മറുപടി കൊടുത്തു തുടങ്ങിയിരിക്കുന്നു. ഇനി അങ്ങനെയൊന്നും അമേരിക്ക എന്ന് പറഞ്ഞ് പേടിപ്പിക്കേണ്ട, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ മറക്കുന്നില്ല, August 5 മറക്കരുത്, ഞങ്ങൾ മറന്നിട്ടില്ല എന്നാണ് ഇന്ത്യ പറയുന്നത്. അപ്പോൾ അതിനകത്ത് ലോക ശാക്തിക ചേരിയിൽ വലിയ മാറ്റം വരാൻ പോവാണ്. ഇപ്പോൾ എന്തൊക്കെയാലും റഷ്യയുടെ പേര് പറഞ്ഞിട്ടാണല്ലോ പ്രശ്നങ്ങൾ ഇന്ത്യയെ ഉപദ്രവിക്കാൻ, ഭീഷണിപ്പെടുത്താൻ അമേരിക്ക ശ്രമിക്കുന്നത്. സ്വാഭാവികമായും റഷ്യയുടെ ഒരു അനുഭാവം ഇന്ത്യക്കുണ്ടാവും. റഷ്യയുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട് ആര്? ചൈന. അപ്പോൾ ലോക സമവാക്യം മാറുകയാണ്. ട്രംപിനെ സംബന്ധിച്ച് ട്രംപിൻ്റെ പതനം ആസന്നമായിരിക്കുന്നു എന്നതിൻ്റെ തുടക്കമാണ്. ഇന്ത്യൻ സൈന്യത്തിലെ ഒരു വിഭാഗം പോലും അമേരിക്കയെ പരസ്യമായി കളിയാക്കിക്കൊണ്ട് അവർ എടുത്തിട്ടുള്ള ഇരട്ടത്താപ്പ് തുറന്നു കാണിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ടു. സൈന്യത്തിൻ്റെ ചരിത്രത്തിൽ കേട്ടിട്ടില്ല ഇതിനു മുമ്പ്. അപ്പോൾ നമ്മൾ വളരെ കൃത്യമായൊരു മറുപടി ട്രംപിന് കൊടുത്തിട്ടുണ്ട്. കൊടുക്കേണ്ട ആളെ കൊണ്ട് കൊടുപ്പിച്ചു. പ്രധാനമന്ത്രിയും ഒന്നും പറയുന്നില്ല. പക്ഷേ നമ്മുടെ പട്ടാളം പറഞ്ഞു, നിങ്ങൾ ഞങ്ങളോട് ചെയ്തത് ഞങ്ങൾ മറന്നിട്ടില്ല, അത് ചേട്ടൻ ഓർത്താൽ കൊള്ളാം. അതാണ് ഈ ഈസ്റ്റേൺ കമാൻഡിൻ്റെ ഈ പ്രതികരണം. എനിക്ക് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളൊന്നും ഈ തരത്തിൽ അതിൻ്റെ പൊളിറ്റിക്കൽ ഇമ്പാക്റ്റോ അതിൻ്റെ ഒരു കോൺസിക്വൻസ് ഒന്നും അനലൈസ് ചെയ്ത് കണ്ടതില്ല. കാരണം അത് വലിയ മറുപടിയാണ്. സൈന്യത്തിലൊരു വിഭാഗം പറയും, എടാ അമേരിക്കയെ നീ പണ്ടേ അങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയാം, നീ അത് കേട്ടോ അന്ന് ഞങ്ങൾ പേടിച്ചിട്ടില്ല, പിന്നല്ല ഇപ്പോൾ എന്നുള്ള മറുപടി പറഞ്ഞത്. കാരണം ഇപ്പോഴും പാകിസ്ഥാൻ അനുകൂലം, ഞങ്ങൾക്ക് നീ പാകിസ്ഥാൻ അനുകൂലമാണെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമല്ല, ഇത് പണ്ട് മുതലേ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, അത് അന്ന് ഞങ്ങൾ അവനെ തകർത്തു, ഇപ്പോഴും തകർത്തു. നീ അവിടെ കൊണ്ട് കിരാനായിലും നൂർഖാൻ ബേസിലും ഒക്കെ വെച്ചിരുന്ന സാധനങ്ങളൊക്കെ നിൻ്റെയാണല്ലോ, ഞങ്ങൾ അടിച്ച് പൊളിച്ചിട്ടുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. അന്നത്തെ ഇന്ത്യ അല്ല ഇന്നത്തെ ഇന്ത്യ. എക്സാക്ട്ലി ആ മറുപടിയാണ് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഈസ്റ്റേൺ കമാൻഡ് കൊടുത്തിരിക്കുന്നത്. അത് ശരിക്കും രാജ്യം അതീവ ഗൗരവത്തോടെ അങ്ങേയറ്റത്തെ ആവേശത്തോടെ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. നമ്മുടെ സൈന്യത്തിൻ്റെ ഒരു ഡിവിഷൻ, ഒരു കമാൻഡ്, കിഴക്കൻ കമാൻഡ് അമേരിക്കയ്ക്ക് നല്ല ചുട്ട മറുപടി കൊടുത്തിരിക്കുന്നു. ഇത് നമ്മുടെ രാജ്യം, നമ്മുടെ പട്ടാളം പഴയ പട്ടാളമല്ല, പഴയ ഇന്ത്യ അല്ല എന്നതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.